Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഏറ്റവും പുതിയ സർക്കുലർ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ മൂന്നാം അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട ലേറ്റസ്റ്റ് സർക്കുലർ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് +1 പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ രണ്ടാം അലോട്ട്മെന്റ് വന്നിരിക്കുന്നു. അതിന്റെ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നാളെ ജൂൺ 12-ാം തീയതി രാവിലെ 10 മണി മുതൽ തൊട്ടടുത്ത ദിവസം ജൂൺ 13-ന് വൈകിട്ട് 5 മണി വരെയാണ്. നിങ്ങൾക്ക് പ്രത്യേക സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നാളെ രാവിലെ 10 മണിയുടെയും 13-ാം തീയതി വൈകുന്നേരം 5 മണിയുടെ മുന്നേ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അലോട്ട്മെന്റിന് നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൽ ചെന്ന് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻസ് എടുക്കാവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, കാനഡ ലോഗിൻ SWSൽ നിങ്ങളുടെ സെക്കൻഡ് ലോട്ട് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ലെറ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ രക്ഷാകർത്താവിനോടൊപ്പം പ്രവേശനത്തിനായി ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഹാജരാകണം. അതായത് വിദ്യാർത്ഥി കൂടി ഈ രക്ഷിതാവിന്റെ കൂടെ നിർബന്ധമായിട്ടും ഹാജരാകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു പറയുന്നുണ്ട്. പല കുട്ടികളും വിദേശത്താണ്, പാരൻസ് സ്വദേശത്തുണ്ട്, അല്ലെങ്കിൽ പാരൻസും കുട്ടികളും വിദേശത്താണ്. അതുമായി ബന്ധപ്പെട്ട കസിൻസോ അല്ലെങ്കിൽ എന്താ പറയുക കുടുംബക്കാരോ ആരുണ്ട്, നാട്ടിലുണ്ട്, സ്വദേശത്തുണ്ട്, അവർ ചെന്ന് അഡ്മിഷൻ എടുത്താൽ പോരെ, കുട്ടി വേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് കൃത്യമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് രക്ഷാകർത്താവ് മാത്രമല്ല, രക്ഷാകർത്താവിനോടൊപ്പം കുട്ടിയും കൂടി എവിടെ വരണം? സ്കൂളിൽ വന്നിട്ട് അഡ്മിഷന് ഹാജരായിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ള അലോട്ട്മെന്റ് ലെറ്റർ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകുന്നതാണ്. എന്താണ് സാറേ അലോട്ട്മെന്റ് ലെറ്റർ, എന്താണ് അഡ്മിഷൻ ലെറ്റർ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളെ സങ്കടപ്പെടേണ്ട, അല്ലെങ്കിൽ സംശയം വേണ്ട. അലോട്ട്മെന്റ് ലഭിച്ച റിസൾട്ടിനാണ് എന്ത് പറയുക? അപ്പോൾ ഒരു PDF ഉണ്ട്, 2 പേജുള്ള PDF. അതിനാണ് അലോട്ട്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ എന്ന് പറയാം. അത് നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിലും നിങ്ങൾ ലഭിച്ച സ്കൂളിൽ ചെന്നിട്ട് അവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്തുതരും? നിങ്ങൾക്ക് സ്ലിപ്പ് എടുത്ത് തരും കേട്ടോ. സ്കൂളുകാരോട് സ്ലിപ്പ് എടുത്ത് കൊടുക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ട്? സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകുന്നതാണ്. ഇനി ഒന്നാം അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. അതായത് ഇപ്പോൾ അലോട്ട്മെന്റ് വന്നു, എന്നാൽ വന്നിരിക്കുന്നത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയാണോ ലഭിച്ചത് അതേ സ്കൂളിൽ തന്നെയാണ്. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് സ്കൂളിലേക്ക് പോകേണ്ട. ആ കുട്ടി മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, യെസ്. ഇനി മെറിറ്റ് കോട്ടയിൽ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ റിസൾട്ട് കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ കുട്ടിക്ക് എന്തില്ല? താൽക്കാലിക അലോട്ട്മെന്റ് അല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എന്നൊരു സംഗതിയില്ല. ആ കുട്ടി സ്ഥിര പ്രവേശനം അഥവാ പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. യെസ്, അലോട്ട്മെന്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീസുകൾ വാങ്ങും. അത് പാടില്ല. PTA കമ്മിറ്റിയുടെ ഒപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കരുത്. അലോട്ട്മെന്റ് ലെറ്ററിൽ എത്രയാണോ ഫീസ് കാണിച്ചിരിക്കുന്നത് ആ ഫീസ് ആയിരിക്കണം നിങ്ങൾ അഡ്മിഷന് വേണ്ടി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. നിലവിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, കിട്ടിയ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, കിട്ടിയ കോഴ്സിനോട് തീരെ താല്പര്യമില്ല, എങ്കിലും ശരി നിനക്ക് മെറിറ്റ് കോട്ടയിൽ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എങ്കിൽ നീ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയാണോ നിനക്ക് സീറ്റ് ലഭിച്ചത് അവിടെ ചെന്ന് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. താൽക്കാലികമായിട്ടെങ്കിലും ആ കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കണം. ഓക്കെ, യെസ്. ഇനി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും
കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷാകർത്താക്കളോടൊപ്പം 2024 ജൂൺ 11 വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകേണ്ടതാണ്. വീണ്ടും എടുത്തു പറയുന്നു, കുട്ടി മാത്രം പോരാ, കുട്ടിയുടെ രക്ഷിതാവും വേണം, അല്ലെങ്കിൽ രക്ഷിതാവ് മാത്രം പോരാ, കുട്ടിയും വേണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവൺമെന്റ് എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നല്ലോ. ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻസ് നടക്കുന്നത്. സോ രണ്ടാം അലോട്ട്മെന്റിനോടൊപ്പം കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നതിനാൽ വിവിധ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനി പ്രവേശന നടപടികൾ ഒരേ കാലയളവിൽ നടക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു കോട്ടയിലേക്ക് പ്രവേശനം മാറ്റാൻ സാധിക്കുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ബേക്കൽ കോട്ട എന്നല്ല പറയുന്നത്. അതായത് മെറിറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. മെറിറ്റ് കോട്ടയിൽ ലഭിച്ചിരിക്കുന്നത് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ചിരിക്കുന്നത് MJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ കുട്ടി ചെന്നിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച MJ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ മെറിറ്റ് കോട്ടയിൽ പിന്നെ ആ കുട്ടിയുടെ സീറ്റ് ഉണ്ടാവില്ല. ആ കുട്ടിയെ അലോട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും. കാരണം ആ കുട്ടി എവിടെ കയറി? കമ്മ്യൂണിറ്റി കോട്ടയിൽ കയറി. സോ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് മറ്റ് കോട്ടകളിൽ കൂടി അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു കോട്ടയിലൂടെ കയറി കഴിഞ്ഞാലും പിന്നീട് ആ കുട്ടിക്ക് അലോട്ട്മെന്റിന് തുടരാൻ സാധിക്കുകയില്ല. ആ കോട്ടയിലൂടെ ആ കുട്ടി 2 വർഷം പഠിക്കണം. ഓക്കെ, യെസ്. ഇനി ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും ഫൈനൽ കൺഫർമേഷൻ നൽകാത്തതിലും അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കി നൽകാം. അതായത് ഈ പറയുന്ന ഈ ഒരു പാരഗ്രാഫ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചാണ്. അതായത് അത് തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിപ്പോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത് അവസാനത്തെ പാരഗ്രാഫിന് മുമ്പെയുള്ള പാരഗ്രാഫുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു അലോട്ട്മെന്റ് ലെറ്റർ നമ്മുടെ HS ക്യാപ്പിന്റെ വെബ്സൈറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നിങ്ങളുടെ HS ക്യാപ്പിന്റെ വെബ്സൈറ്റിൽ അലോട്ട്മെന്റ് ലെറ്റർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എവിടെ പോയി? യെസ്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങളുടെ HS ക്യാപ്പിന്റെ വെബ്സൈറ്റ് ഇതാ. ഈ ഒരു HS ക്യാപ് വെബ്സൈറ്റിൽ ഒരുപാട് ന്യൂ സർക്കുലേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ്ഡ് പ്രസ് റിലീസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സോ ആ PDF എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ വായിച്ചതൊക്കെ ഈ PDF-ലുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും അലോട്ട്മെന്റുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും സയൻസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്, സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സയൻസിൽ ഒരുപാട് ഫുൾ A പ്ലസുകൾ അല്ലെങ്കിൽ സയൻസിൽ ഫുൾ A പ്ലസ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, MS സൊല്യൂഷൻസിന്റെ കൂടെ 1 വർഷം പഠിക്കാൻ റെഡിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ചേർന്നോളൂ MS സൊല്യൂഷൻസിന്റെ ന്യൂട്ടൺ ബാച്ചിലേക്ക്. സോ ന്യൂട്ടൺ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. സോ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. Bye.